ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് ഡിസംബർ 17 മുതൽ 19 വരെ കേന്ദ്ര ആയുഷ് മന്ത്രാലയവും ലോക ആരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെൻറ്ററുമായി ചേർന്നാണ് ഈ ഇവൻ്റ് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ തീം റീസ്റ്റോറിംഗ് ബാലൻസ് ദ സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നതാണ്. അതായത് സന്തുലനം പുനഃസ്ഥാപിക്കൽ, ആരോഗ്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ശാസ്ത്രവും പ്രയോഗവും എന്നതാണ്. ഈ ഇവൻറ്റിൽ 5000-ലധികം ഡെലിഗേറ്റ്സ് 100-ലധികം രാജ്യങ്ങളിൽ നിന്നായിട്ട് പങ്കെടുക്കുന്നതായിരിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് മിനിസ്റ്റേഴ്സും വൈസ് മിനിസ്റ്റേഴ്സും ഇതിൽ ഭാഗമാവുന്നതായിരിക്കും. ഇതിൻ്റെ ഉദ്ഘാടനം ഡിസംബർ 17 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് നിർവഹിക്കുന്നതായിരിക്കും. ഈ ഉദ്ഘാടന ചടങ്ങിൽ ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഓണറബിൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻഡിപെൻഡൻറ്റ് ചാർജ്, മിനിസ്ട്രി ഓഫ് ആയുഷ്, ശ്രീ പ്രതാപ് റാവു ജാദവ് എന്നിവരും സന്നിഹിതരായിരിക്കും. അതുപോലെ ഡിസംബർ 19 സമാപന സമ്മേളനം. ഇതിൽ വിശിഷ്ട അതിഥിയായി എത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. WHO DG ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസും ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വെർച്വൽ ഇനോഗ്രേഷൻ നടത്തുന്നുണ്ട്. WHO SEARO ബിൽഡിംഗ്, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണൽ ഓഫീസ് ന്യൂഡൽഹിയിൽ സ്ഥാപിക്കുന്നതിൻ്റെ വെർച്വൽ ഇനോഗ്രേഷനും ഇതിൻ്റെ ഒപ്പം നടത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ WHO ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ ലൈബ്രറിയുടെ ഇനോഗ്രേഷനും നടത്തുന്നതായിരിക്കും. 20-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഉഭയകക്ഷി യോഗവും സംഘടിപ്പിക്കുന്നുണ്ട്. ഭൂട്ടാൻ, ബ്രസീൽ, ക്യൂബ, കൊളംബിയ, തായ്ലാൻഡ്, വിയറ്റ്നാം, ഘാന, ഇന്തോനേഷ്യ, ശ്രീലങ്ക മുതലായ രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഈ ഗ്ലോബൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് ആയുഷ് എക്സ്പോയും ഇവൻറ്റിൽ ഉടനീളം നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ അശ്വഗന്ധ സൈഡ് ഇവൻ്റ് എന്ന പേരിൽ അശ്വഗന്ധയുടെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇവൻറ്റും കൂടെ സംഘടിപ്പിക്കുന്നതാണ്. പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൻ്റെ സാധ്യത പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയൊക്കെയാണ്. മെയ് 2025 നടന്ന 78ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ സ്വീകരിച്ച WHO ട്രഡീഷണൽ മെഡിസിൻ സ്ട്രാറ്റജി 2025-34 ഇത് നടപ്പിലാക്കുന്നതാണ് പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം, എവിഡൻസ് ബേസ്ഡ് ട്രഡീഷണൽ മെഡിസിൻ ഇവ പ്രായോഗികമാക്കുന്നതിനും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ നിലവിലുള്ള ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്ക് ആഗോളതലത്തിൽ ഇതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ സമന്വയിപ്പിക്കുന്നതും ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ റെഗുലേറ്ററി മെക്കാനിസം അഥവാ കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങൾ വഴി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ എല്ലാ വിഭവങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് തനതായ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രയോജനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പേര് ഡോക്ടർ ശ്രീദീപ്തി, റിസർച്ച് ഓഫീസർ ഇൻചാർജ്. ഇത് ഡോക്ടർ പ്രവീൺ ബാലകൃഷ്ണൻ, റിസർച്ച് ഓഫീസർ. ഇത് ഡോക്ടർ ഇന്ദു, റിസർച്ച് ഓഫീസർ.